റംസാൻ വ്രതാനുഷ്ഠാനം ജീവിതശൈലീ രോഗങ്ങൾ തടയുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയാണെങ്കിൽ ഇന്ന് റംസാൻ വ്രതാനുഷ്ഠാന കാലത്തെ ജീവിതശൈലീ രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങളായ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അമിത ഉപയോഗം മൂലം ജീവിതശൈലീ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാലമാക്കി നാം മാറ്റിയിരിക്കുന്നു. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഒളബി വമൻ യഹ്ലിൽ അലൈഹി ഒളബി ഫഖദ് ഹവ എന്ന ഖുർആൻ വചനമെടുക്കുകയാണെങ്കിൽ സൃഷ്ടാവിൻ്റെ പ്രീതിക്കായിട്ടാണ് വ്രതാനുഷ്ഠാനത്തിൽ വിശ്വാസികൾ ഏർപ്പെടുന്നതെങ്കിൽ വ്രതാനുഷ്ഠാന കാലത്തെ തെറ്റായ ഭക്ഷണ രീതിയിലൂടെ സൃഷ്ടാവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാലമാക്കി നാം മാറ്റിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, റമദാൻ മാസം ആഗതമായി വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തിനുള്ള ഒരുക്കത്തിലാണ്. വ്രതാനുഷ്ഠാനം ജീവിതശൈലീ രോഗങ്ങൾ തടയുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയാണ്. ശരിയായ വ്രതാനുഷ്ഠാനത്തിലൂടെ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ, ഫാറ്റി ലിവർ തുടങ്ങിയ ഒട്ടനവധി ജീവിതശൈലീ രോഗങ്ങൾ കുറക്കുന്നതിനും അതുവഴി ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം ഗുണകരമാകുന്ന ഒന്നാണ് വ്രതാനുഷ്ഠാന കാലം. എന്നാൽ ഇന്ന് നാം മലയാളികൾ വ്രതാനുഷ്ഠാന കാലത്തെ ജീവിതശൈലീ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാലമാക്കി നാം മാറ്റിയിരിക്കുന്നു. അതെങ്ങനെയെന്നല്ലേ? ജീവിതശൈലീ രോഗങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നത് 4 കാര്യങ്ങളാണ്. 1. പഞ്ചസാരയുടെ അമിത ഉപയോഗം, ഉപ്പിൻ്റെ അമിത ഉപയോഗം, കൊഴുപ്പിൻ്റെ അമിത ഉപയോഗം, അതുപോലെ തന്നെ അമിതമായ ഭക്ഷണ രീതികൾ. ഈ 4 കാരണങ്ങളും വ്രതാനുഷ്ഠാന കാലത്ത് വർദ്ധിക്കുന്നതായിട്ടാണ് നിലവിൽ കണ്ടുവരുന്നത്. നാം സാധാരണ റമദാൻ മാസങ്ങളിലല്ലാതെ മറ്റു മാസങ്ങളിൽ വാങ്ങുന്ന പഞ്ചസാരയുടെ ഇരട്ടിയോ 3 ഇരട്ടിയോ ആണ് റമദാൻ വ്രതാനുഷ്ഠാന കാലത്ത് വിശ്വാസികൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. സാധാരണ മാസങ്ങളിൽ ഒരു വീട്ടിലേക്ക് ഒരു മാസം 2 കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങുന്നതെങ്കിൽ റംസാൻ മാസമാകുമ്പോൾ അത് 4, 5, 6 കിലോഗ്രാം പഞ്ചസാരയിലേക്ക് മാറുന്നു. എന്ന് പറഞ്ഞാൽ റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് സാധാരണ മാസങ്ങളിൽ ഉപയോഗിക്കുന്നതിന് 3 ഇരട്ടിയോളം പഞ്ചസാരയാണ് ഓരോ വിശ്വാസിയും കഴിക്കുന്നത്. സാധാരണ വ്രതാനുഷ്ഠാന സമയത്ത് വ്രതം മുറിക്കുമ്പോൾ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ജ്യൂസ്. ഇത് വേനൽക്കാലമായതുകൊണ്ട് തന്നെ ജ്യൂസിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിക്കും. ഒരു ഗ്ലാസ് ജ്യൂസിൽ നാം ഉപയോഗിക്കുന്നത് 30 ഗ്രാം മുതൽ 40 ഗ്രാം വരെ പഞ്ചസാരയാണ്. എന്ന് വെച്ചാൽ 2-3 ഗ്ലാസ് ജ്യൂസ് കഴിക്കുന്ന ആളുകൾ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് വലിയ അളവിൽ പഞ്ചസാരയാണ്. സാധാരണ പഴവർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കേണ്ടതാണ്. എന്നാൽ പഴവർഗ്ഗങ്ങൾ നേരിട്ട് കഴിക്കുന്നതിന് പകരം അത് ജ്യൂസാക്കി ഉപയോഗിക്കുന്നതിലൂടെ പഞ്ചസാരയുടെ അമിത ഉപയോഗവും അതുവഴി ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഇനി ഉപ്പിൻ്റെ ഉപയോഗം നോക്കുകയാണെങ്കിൽ റമദാൻ വ്രതാനുഷ്ഠാന കാലത്ത് ഉപ്പിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാം. കാരണം മറ്റു മാസങ്ങളിൽ നാം വല്ലപ്പോഴും മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഉപ്പിലിട്ട വിഭവങ്ങൾ. എന്നാൽ ഇന്ന് യുവാക്കളും കുട്ടികളും റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് വ്രതം മുറിച്ച് കഴിഞ്ഞാൽ ഉപ്പിലിട്ട വിഭവങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതിന് കാണാം. ഉപ്പിലിട്ട വിഭവങ്ങൾ വിൽക്കുന്ന കടകൾ റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് നമ്മുടെ നാട്ടിലെങ്ങും പുതുതായിട്ട് പൊട്ടിമുളക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഉപ്പിലിട്ട വിഭവങ്ങളുടെ ഉപയോഗം പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്നുണ്ട്. ഇതുവഴി ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക് തുടങ്ങിയ പലതരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന കാലമായിട്ട് റംസാൻ വ്രതാനുഷ്ഠാന കാലം പല വിശ്വാസികളും മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി കൊഴുപ്പിൻ്റെ ഉപയോഗം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, റംസാൻ മാസമായി കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ വൈകുന്നേരങ്ങളിൽ അങ്ങാടിയിൽ എല്ലായിടത്തും നമുക്കെന്ത് കാണാം? ധാരാളമായിട്ട് പൊരി വിഭവങ്ങൾ, എണ്ണക്കടികൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ പൊട്ടിമുളക്കുന്നത് കാണാം. നാം ധാരാളമായിട്ട് എണ്ണക്കടികൾ വാങ്ങുകയും വ്രതം മുറിച്ച ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള എണ്ണയിൽ പൊരിച്ചിരിക്കുന്ന പലഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരത്തിൽ എണ്ണയുടെ ഉപയോഗവും റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും കൊഴുപ്പിൻ്റെയും ഉപയോഗം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കുറയുന്നതിന് പകരം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുവഴി ജീവിതശൈലീ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികളിലൂടെ കൂടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ചില ആളുകൾ പറയും റംസാൻ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് നാം ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടല്ല കാണുന്നത്, മറിച്ച് സൃഷ്ടാവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഒരു കർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖുർആനിൽ വ്യക്തമായിട്ട് തന്നെ നമ്മോട് പറയുന്നുണ്ട്, ഖുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക, കുടിച്ചുകൊള്ളുക, പക്ഷേ നിങ്ങൾ അതിൽ അമിതമാക്കരുത്. അത്തരത്തിൽ അമിതമാക്കുന്നവരെ, ദുർവ്യയം ചെയ്യുന്നവരെ സൃഷ്ടാവിന് ഒട്ടും ഇഷ്ടമല്ല. ഖുർആനിൽ തന്നെ മറ്റൊരു അധ്യായത്തിൽ വളരെ ഗൗരവതരമായൊരു ഭാഷയിലാണ് പറയുന്നത്, ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും വളബി വമൻ യഹ്ലിൽ അലൈഹി വളബി ഫഖദ് ഹവാ. നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ നല്ലത് ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നിങ്ങൾ അതിൽ അമിതമാക്കരുത്. അത്തരത്തിൽ അമിതമാക്കുന്നവരിൽ അള്ളാഹുവിൻ്റെ കോപം വന്നു ഭവിക്കും. അള്ളാഹുവിൻ്റെ കോപം വന്നു ഭവിച്ചാൽ അവരുടെ ജീവിതം തുലഞ്ഞത് തന്നെ. ഈ ഖുർആനിക വചനം എടുക്കുകയാണെങ്കിൽ നാം സൃഷ്ടാവിൻ്റെ പ്രീതിക്കായിട്ടാണ് വ്രതാനുഷ്ഠാനം എടുക്കുന്നതെങ്കിൽ കൂടി വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് നാം വ്രതം മുറിച്ച് നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതികൾ, അല്ലെങ്കിൽ വാരി വലിച്ച് കഴിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന രീതികൾ കണ്ടു കഴിഞ്ഞാൽ അത് സൃഷ്ടാവിൻ്റെ പ്രീതിക്ക് പകരം ഈ ഖുർആനിക വചനത്തിൽ പറയുന്നത് പോലെ സൃഷ്ടാവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു.